ഇപ്പോൾ ചൂരൽമലയിൽ തന്നെ ആസിഫ് മുഹമ്മദും നമ്മോടൊപ്പം ചേരുന്നു. ആസിഫ്, കഴിഞ്ഞ ദിവസം തൊട്ട് സൈന്യം രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈന്യത്തിനൊപ്പം അവർ ചെല്ലുന്നിടത്തെല്ലാം ചെന്ന് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ആസിഫ് ചെയ്തിരുന്നത്. ഇന്ന് എവിടങ്ങളിലൊക്കെയാണ് പോയത്? ഇന്നത്തെ കണ്ട കാഴ്ചകൾ എന്താണ്? തീർച്ചയായും 4ാം ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ ആ രക്ഷാപ്രവർത്തനം അതിൻ്റെ എല്ലാ സജീവതയിലും മുന്നോട്ട് ഇപ്പോഴും പോവുകയാണ്. നമുക്ക് കഴിയുന്ന എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. നമുക്ക് കാണാം, ആ ഒഴുകി വന്ന ഈ ഒരു പ്രദേശം മുഴുവൻ നമ്മൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ട് ഇളക്കി പരിശോധിച്ചു ഇരിക്കുകയാണ്. അത് വിവിധ സോണുകളായി തിരിഞ്ഞുകൊണ്ടുള്ളൊരു പരിശോധനയാണ് നമ്മളുടെ ഇന്ന് തുടരുന്നത്. 6 സോണുകളായി തിരിഞ്ഞുകൊണ്ട് 40 തിരച്ചിൽ സംഘങ്ങളാണ് നമ്മളുടെ ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ ഭീമാകാരമായ ഈ കല്ലുകൾ അടക്കം മാറ്റിക്കൊണ്ട് വേണം നമുക്ക് ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്താനുള്ളത് എന്നുള്ളത് അതീവ ദുഷ്കരവും ഒരുപാട് സമയമെടുത്തും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അത് ഇടതടവില്ലാതെ നമുക്കിപ്പോൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ നമുക്ക് എണ്ണിയാലൊടുങ്ങാതെ അതുപോലെ നമുക്ക് എത്തിക്കാൻ കഴിയുന്ന പൂർണ്ണ സജ്ജീകരണങ്ങൾ എത്തിച്ചുകൊണ്ട് നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് ഓരോ സോണിലും ഇത്തരത്തിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡോഗ് സ്ക്വാഡിൻ്റെ സേവനവുമായി ബന്ധപ്പെട്ട് തേടുന്നുണ്ട്. ഈ മനുഷ്യൻ്റെ സാന്നിധ്യം എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാനുള്ള ഒരു തെരച്ചിൽ അത് നടത്തുന്നുണ്ട്. അതിനുശേഷം ആ ഒരു അനാലിസിസ് ചെയ്യുന്ന സ്പോട്ടുകളിൽ എത്തിച്ച് കൂടുതൽ തെരച്ചിൽ നടത്തുന്നു. അങ്ങനെ സാധ്യമാകുന്ന എല്ലാം നമ്മൾ ഈ ഒരു 6 സോണുകളിലും ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മളുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവർ ഇന്നും രാവിലെ പുലർച്ചെ മുതൽ തന്നെ ആ വലിയ സംഘം ഈ ഒരു തെരച്ചിലിൻ്റെ ഭാഗമായി ഇവിടെയെല്ലാം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളുണ്ടോ എന്നുള്ള അന്വേഷണത്തിലും അവർ സജീവമായുണ്ട്. അങ്ങനെ ഇതിന് വളരെ ആസൂത്രിതമായി തന്നെയാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ ഈ തെരച്ചിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് കഴിയുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അതിന് മുന്നോട്ട് പോവുക. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു ഭാഗമാണ് നമുക്ക് ഇനി കൂടുതൽ സാധ്യതകൾ നമ്മൾ കൽപ്പിക്കുന്ന ഒരു ഭാഗം. പക്ഷേ അവിടെ ചതുപ്പ് നിറഞ്ഞതുപോലെ കിടക്കുന്നുണ്ട്. അവിടെയും നമ്മുടെ മണ്ണുമാന്തികൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആ പ്രദേശത്തിൻ്റെ ഒരു കാര്യമെടുത്താൽ ഇവിടെ ഉണ്ടായിരുന്ന ആ ക്ഷേത്രമടക്കം പൂർണ്ണമായും ഒലിച്ചുപോയ ഒരു പ്രദേശമാണ്. ആ ആഘാതം ഈ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് വന്ന് കൂടുതൽ പ്രദേശത്തേക്ക് ഈ വെള്ളം കെട്ടി നിൽക്കാനും ഈ ചെളി അടക്കം വന്ന് അടിഞ്ഞുകൂടാനും വലിയ സാധ്യതയുണ്ടായിരുന്ന ഒരു പ്രദേശം. ഇവിടെയാണ് നമ്മൾ ആ ഒരു തെരച്ചിൽ ഇപ്പോൾ ഏറ്റവും ശക്തമായി നടക്കുന്ന മറ്റൊരു മേഖല. ഇവിടെ തന്നെ നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രമടക്കം അതിൻ്റെ ഒരു അവശിഷ്ടം പോലും ഇല്ലാത്ത തരത്തിൽ അത് അവിടെ നിന്ന് ഇല്ലാതായി പോയിട്ടുണ്ട്. പക്ഷേ ആ അപ്പുറത്തേക്ക് രൂപപ്പെട്ട ഈ മൺകൂനകൾക്കിടയിൽ അവിടെ വന്ന് അടിഞ്ഞിരിക്കുന്ന വൻമരങ്ങൾക്കിടയിൽ എല്ലാം നമ്മളിങ്ങനെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈന്യവും അതുപോലെ തന്നെ NDRFും നമ്മളുടെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഈ KCB ജീവനക്കാരടക്കമുള്ളവർ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഈ മേഖലയിലേക്കുള്ള വൈദ്യുതി ബന്ധം റെഡിയാക്കാനായി അവർ കഴിഞ്ഞ 4 ദിവസമായി വലിയ പരിശ്രമത്തിലാണ്. കാരണം അത് ഇനി ഇവിടെ നമ്മൾ അത് എത്തിക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായ ദൗത്യമാണ്. അതിന് അവർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിൻ്റെ ഒരു പരിശ്രമം അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒത്തൊരുമിച്ച് കൊണ്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഭൂമിയിൽ ഇനി നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അത് ചെയ്തു തീർക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ബൈലി പാലം നിർമ്മാണം പൂർത്തിയായത് നമ്മുടെ വാഹനങ്ങളുടെ ഗതാഗതമടക്കം സുഗമമായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ഏരിയ കേന്ദ്രീകരിച്ച് നമുക്ക് നോക്കുമ്പോൾ കാണാം, ആ വീടുകളുടെ സൈഡിലുള്ള അവശിഷ്ടങ്ങൾ ഒഴികെ മറ്റൊന്നും അവശേഷിക്കാത്ത ഒരു പ്രദേശം. സന്നദ്ധ സേവന സംഘടനകളെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അവരുടെ പ്രവർത്തനം വിലമതിക്കാനാവാത്തതാണ്. നമ്മളുടെ സൈന്യത്തോടും ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനോടും എല്ലാം ഒപ്പം നിന്നുകൊണ്ടാണ് അവരുടെ പ്രവർത്തനം. രാവിലെ പുലർച്ചെ അവരും ഈ ഒരു ദൗത്യത്തിനൊപ്പം മല കയറുകയാണ്. പിന്നീട് ഭക്ഷണം പോലും ചില സമയങ്ങളിൽ അവർക്ക് കഴിക്കാൻ കഴിയാറില്ല. നമുക്ക് ഇപ്പോൾ തന്നെ കാണാം, ഒരു കൂട്ടം സന്നദ്ധ സേവന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അല്പം മുമ്പ് അവർക്ക് ലഭിച്ച ഭക്ഷണം അവർ ഈ ഒരു വിശ്രമത്തിന് ഇതിനിടയിൽ കഴിക്കുന്ന കുറച്ച് സമയം കൊണ്ട് അവർ അത് കഴിക്കുകയാണ്. അത്തരത്തിൽ ആ ഒരു ബെയിലി പാലത്തിൽ കൂടി വാഹനങ്ങൾ കടന്നു വന്നുകൊണ്ട് രക്ഷാപ്രവർത്തന ദൗത്യം അത് കൂടുതൽ സുഗമമായി മുന്നോട്ട് പോകുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ആ ഭക്ഷണം ലഭിച്ച സമയത്ത് അത് കഴിക്കുന്ന ഒരു കൂട്ടം നമ്മളുടെ വാളണ്ടിയർമാർ അവിടെ കാണാം. അങ്ങനെ ആ ഭക്ഷണം പോലും അവർ പങ്കുവെച്ച്
കഴിച്ച് എത്രയും പെട്ടെന്ന് ഈ ഒരു ദുരന്തഭൂമിയിലേക്ക് മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ അടക്കം എടുത്തുകൊണ്ട് വന്ന ചില ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരായിരുന്നു. ആ കാട് കയറിപ്പോയി കുടുങ്ങിക്കിടന്ന 8 പേരെ അതീവ ദുഷ്കരമായ സാഹചര്യത്തിൽ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത്. അങ്ങനെ നമ്മൾ പേരുകൾ പറയാൻ വിട്ടുപോകുമോ എന്ന് പോലും നമ്മൾ ഒരു ഘട്ടത്തിൽ പേടിക്കുന്നുണ്ട്. കാരണം അവർ ചെയ്ത സേവനം നമ്മൾ ഈ ഒരു സമയത്ത് എടുത്തു പറഞ്ഞില്ലെങ്കിൽ അത് അവർ ചെയ്ത സേവനത്തെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നൊരു ആശങ്ക നമുക്കുണ്ട്. അത്തരത്തിൽ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും തീർച്ചയായും ആസിഫ് പറയുന്നത് വളരെ കൃത്യമായ കാര്യങ്ങളാണ്. അതായത് അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന സങ്കടമുണ്ടാക്കുന്ന ദുരന്ത ദൃശ്യങ്ങൾക്കകത്തും നമുക്ക് ഒരാശ്വാസം നൽകുന്നതാണ് അവിടെ കൈമൈ മറന്ന് അധ്വാനിക്കുന്ന രക്ഷാപ്രവർത്തകർ. അങ്ങേയറ്റം ഭീകരമായിട്ടുള്ള ദുരന്തങ്ങൾ നമ്മൾ കാണും. പക്ഷേ അതിനകത്തുള്ള ദൃശ്യങ്ങളിൽ മനുഷ്യ സാഹോദര്യത്തിൻ്റെ ഈ ദുരന്ത അതിജീവനത്തിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ദൃശ്യങ്ങൾ കൂടെ കാണും. ആകെ ഇത്തരം ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന അങ്ങേയറ്റം ദുഃഖകരവും സങ്കടഭരിതവുമായിട്ടുള്ള ഭയപ്പെടുത്തുന്ന ഈ ദൃശ്യങ്ങൾക്കിടയിലെ ഏക ആശ്വാസം മനുഷ്യർ മറ്റെല്ലാം മറന്ന് ചേർന്ന് നിന്ന് ഇതിനെ അതിജീവിച്ചു പോകാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുന്നതാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് ആസിഫിനൊപ്പമുള്ള ക്യാമറാമാൻ ഇങ്ങോട്ട് നൽകിയത്. അതേക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ആസിഫ് മുഹമ്മദ്. ഇപ്പോൾ നമ്മോടൊപ്പം നിലമ്പൂരിൽ നിന്ന് സൂര്യ സുജി കൂടെ ചേരുന്നുണ്ട്. സൂര്യ, അവിടെ മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ, മൃതശരീരങ്ങൾ എത്തിച്ചേരുന്നു. കൂടുതലായിട്ട് ആളുകളുടെ മൃതശരീരങ്ങൾ കണ്ടെടുക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളായിരുന്നു നേരത്തെ വന്നുകൊണ്ടിരുന്നത്. നിലമ്പൂരിൽ നിന്ന് സൂര്യ ഇപ്പോൾ അവിടെ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് ഇപ്പോഴത്തെ നമുക്ക് നൽകാനുള്ള വാർത്തകൾ? സനീഷ്, ഞാനിപ്പോൾ ഉള്ളത് ഇരുട്ടുകുത്തി ഊര്, അതായത് ഈ ആദിവാസി ഊരിൻ്റെ സമീപ പ്രദേശത്താണ്. നിലമ്പൂർ ചാലിയാറിൻ്റെ തീരപ്രദേശമാണ് ഇത്. ഇപ്പോൾ ഒരു മണിക്കൂറായി ഇടവിട്ട് ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മണി മുതൽ ഇവിടെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 11 മണിയോട് കൂടി തന്നെ നേവിയുടെ ഹെലികോപ്റ്റർ ഇവിടെ എത്തിയതാണ്. വനം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ആണ് അവർ നടത്തുന്നത്. അതായത് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഈ SP-യുടെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ പരിശോധിച്ച, അതായത് തിരച്ചിൽ നടത്തിയ അതേ സ്ഥലങ്ങളിൽ ഇന്ന് നേവിയുടെ ആളുകൾ പരിശോധിക്കും. അതായത് കുറച്ചുകൂടി സൂക്ഷ്മമായി അവർ ഈ വനപ്രദേശത്ത് പരിശോധിക്കും. അല്പം മുൻപ് മന്ത്രി പി പ്രസാദ് ഈ പ്രദേശം സന്ദർശിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പോലീസ് സേനയുടെ നേതൃത്വത്തിലുള്ള ഒരു ഹെലികോപ്റ്റർ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അതായത് 2 ഹെലികോപ്റ്ററിൻ്റെ സഹായത്തോടു കൂടി വനം കേന്ദ്രീകരിച്ച് കൂടുതലായുള്ള പരിശോധന നടത്തും എന്നാണ്. സനീഷ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇരുട്ടുകുത്തി ഊരിൻ്റെ സമീപ പ്രദേശത്താണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും 2018 പ്രളയത്തിൽ ഈ ഞാൻ നിൽക്കുന്ന ഈ കരയിൽ നിന്ന് മറുകരയിലേക്ക് കടക്കാൻ, അതായത് ഈ ബന്ധിപ്പിക്കുന്ന പാലം പൂർണ്ണമായും തകർന്നതാണ്. എന്നാൽ ഈ പാലം തകർന്നിട്ട് പോലും രാവിലെ ഇവിടെ തിരച്ചിൽ നടത്തിയ മറ്റ് സന്നദ്ധ സംഘടനകളുടെ ആളുകളെല്ലാം തന്നെ ഈ നിൽക്കുന്ന കരയിൽ നിന്ന് മറുകരയിൽ എത്തിയത് കയർ ഉപയോഗിച്ചാണ്. അതായത് ഈ കുത്തിയൊഴുകുന്ന പുഴയിലൂടെ കയർ ഉപയോഗിച്ച് പോലും അവർ തിരച്ചിലിന് വേണ്ടി നിന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർ, മറ്റ് എല്ലാ സന്നദ്ധ സംഘടനകളുടെ ആളുകൾ, കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാ പ്രവർത്തകരും കൂടി ഈ തിരച്ചിലിൻ്റെ ഭാഗമാവുകയാണ്. മന്ത്രി പി പ്രസാദ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ 4 ദിവസമാകുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന മൃതശരീരങ്ങളെല്ലാം തന്നെ അത്രയധികം അഴുകിയ നിലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പല മൃതശരീരങ്ങളും വീട്ടുകാർക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള മൃതശരീരങ്ങൾ ഈ DNA പരിശോധന നടത്തിയതിനു ശേഷം ഇവിടെ തന്നെ, അതായത് നിലമ്പൂർ തന്നെ സംസ്കരിക്കാനുള്ള നടപടികൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളൊരു കാര്യങ്ങളും മന്ത്രി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചാലിയാർ പുഴയിൽ നിന്ന് ഒഴുകുന്ന ഈ വെള്ളമാണ് പല വീടുകളിലെയും കിണറുകളിൽ എത്തുന്നത്. പകർച്ചവ്യാധി ഭീഷണിയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ കിണറുകളെല്ലാം തന്നെ പൂർണ്ണമായി സാനിറ്റൈസ് ചെയ്യണം എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും അവസാനത്തെ മൃതദേഹം ഇവിടെ നിന്ന് കണ്ടെടുക്കുന്നതുവരെ, അത് മൃതദേഹമായിക്കോട്ടെ അതോടൊപ്പം തന്നെ ഈ ശരീരഭാഗങ്ങളായിക്കോട്ടെ, അതുവരെയും ഇവിടെ തിരച്ചിൽ തുടരും എന്നുള്ളൊരു ഉറപ്പാണ് മന്ത്രി പറയുന്നത്. ഈ വനത്തിലായാൽ പോലും ഇപ്പോൾ നേവിയുടെ അംഗങ്ങൾ അവിടെ വനത്തിൽ ഇറങ്ങിച്ചെന്നാണ് പരിശോധന നടത്തുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു മൃതശരീരം പോലും അനാഥമായി അവിടെ കിടക്കില്ല, എല്ലാവരെയും കൃത്യമായി സംസ്കരിക്കുക തന്നെ ചെയ്യും, അതിനുള്ള ആദരവ് സംസ്ഥാന സർക്കാർ നൽകും എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നത്തെ തിരച്ചിലിന് മാത്രമായി 5 മൃതശരീരങ്ങളാണ് ലഭിച്ചത്. ഇതുവരെയായും 177 മൃതശരീരങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അതിൽ 148ഓളം മൃതശരീരങ്ങൾ
മൃതശരീരങ്ങൾ വയനാടിലേക്ക് അതായത് ആംബുലൻസ് വഴി എത്തിച്ചിട്ടുണ്ട്. 143 മൃതശരീരങ്ങളിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും അതിൽ 3 മൃതശരീരങ്ങൾ മാത്രമാണ് വീട്ടുകാർക്ക് നേരിട്ട് വിട്ടു നൽകിയിട്ടുള്ളത്. ഏതായാലും വൈകിട്ട് 6 മണിയോട് കൂടെ അതായത് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ഈ ഹെലികോപ്റ്ററിന്റെ സഹായത്തോടുമില്ല ഈ വനം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ നടത്തും. രാവിലെ ഈ കടാവർ നായ്ക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഈ കടാവർ കണ്ടെത്തുന്നതിന് കൂടുതൽ പരിശീലനം ലഭിച്ച നായ്ക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും അത്തരത്തിൽ ഏഞ്ചൽ എന്ന നായയാണ് ഇവിടെ എത്തിയത്. അത്തരത്തിലുള്ള കൂടുതൽ നായ്ക്കളെ ഈ വിവരങ്ങൾക്ക് സൂര്യ അവിടെ നിന്നുള്ള വിവരങ്ങൾ നിലമ്പൂരിൽ നിന്നാണ് ആ വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ശരീരഭാഗങ്ങൾ ജീവനോടെ രക്ഷപ്പെടുത്താൻ ആകുന്ന ആളുകളെല്ലാം രക്ഷപ്പെടുത്തി കഴിഞ്ഞു എന്ന് ഇന്നലെ തന്നെ സൈന്യം അറിയിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ ദുരന്ത പ്രഭവ കേന്ദ്രത്തിന് കുറേ ദൂരെ കുടുങ്ങിക്കിടന്നിരുന്ന അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ ഒരു വീട്ടിൽ കുടുങ്ങിക്കിടന്നിരുന്ന ആളുകളെ ഫയർഫോഴ്സും സൈന്യവും ചെന്ന് രക്ഷപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് തെരച്ചിലുകൾ ഇപ്പോഴും തുടരുക തന്നെയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് സൂര്യ സുജി നൽകിയത്. നമുക്കറിയാം, സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് നമ്മൾ കടക്കാൻ ശ്രമിക്കുന്നത്. ഇത്ര വലിയ ആൾനാശമുണ്ടായ ഒരു ദുരന്തം നമ്മുടെ സമീപകാല ചരിത്രത്തിൽ എന്തായാലുമില്ല. മനുഷ്യൻ അമൂല്യമായിട്ടുള്ള അല്ലെങ്കിൽ വിലമതിക്കാനാകാത്ത ആളുകളാണ് ഓരോ വ്യക്തികളും. സ്വാഭാവികമായിട്ടും ആ നഷ്ടം നമുക്ക് നികത്താനാവുന്നതല്ല. പ്രത്യേകിച്ച് 331 എന്ന വലിയ സംഖ്യയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ മരണസംഖ്യയായിട്ടുള്ളത്. 331 കൂടുതൽ ആളുകളാകും. നമ്പർ ഉയരും, മരണസംഖ്യ ഉയരും എന്നത് പ്രവചിക്കാവുന്ന ആ തരത്തിലുള്ള പ്രവചനം മാത്രമല്ല, അത് സങ്കടകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. അത് ആളുകളെല്ലാം ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം തന്നെയും അത് പറയുന്നുണ്ട്. നിശ്ചയമായിട്ടും ഓരോ ആളുകളും ഓരോ മനുഷ്യരാണ്, ഓരോ വ്യക്തികളാണ്. കഴിഞ്ഞ ദിവസം വരെ ജീവിച്ചിരുന്ന ആളുകളാണ്. ഓരോ കുടുംബത്തിൻ്റെയും ഓരോ സുഹൃത്തുക്കളുടെയും സുഹൃത്തും കുടുംബത്തിൻ്റെയും കുടുംബാംഗവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അത് വിലമതിക്കാൻ ആകാത്തതാണ്, നികത്താൻ സാധിക്കാത്തതാണ്. പക്ഷേ അവിടെ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ, വലിയ നാശനഷ്ടങ്ങൾ, ഒരു പ്രദേശം ആകപ്പാടെ തന്നെയും ഉരുൾപൊട്ടലില്ലാതായി പോയത്, അത് നിശ്ചയമായിട്ടും അതിജീവിച്ചും അത് നികത്തിയും തന്നെ പോകേണ്ടതുണ്ട്. വലിയ സാമ്പത്തിക ആവശ്യങ്ങൾ കൂടെയാണത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. നമ്മുടെ ജീവിച്ചിരിക്കുന്നവരുടെ ദുരന്തം കൂടെ നമ്മൾ മറികടന്ന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര ചെറിയ തുകയാണെങ്കിലും സംഭാവന ചെയ്യുക എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾക്ക് ചെയ്യാനാകുന്ന ഒരു കാര്യം. ദീർഘകാലത്തേക്ക് തുടർ പ്രവർത്തനങ്ങൾ വേണ്ടിവരുന്ന വലിയ ആഘാതമാണ് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തുണ്ടായത് എന്ന കാര്യം നമുക്കറിയാം. നമ്മുടെ ഉദാരമായ സംഭാവനകൾ ഈ ഘട്ടത്തിൽ നമുക്ക് തന്നെയും ആവശ്യമുണ്ട്, കേരളത്തിന് തന്നെ ആവശ്യമുണ്ട്. എത്ര ചെറിയ തുകയാണെങ്കിലും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങളിപ്പോൾ കാണുന്ന ന്യൂസ് മലയാളത്തിൻ്റെ ഞങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന വലതുവശത്ത് ചെറുതായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനുള്ള QR കോഡ് ഉണ്ട്. അവിടെ ഗൂഗിൾ പേ വഴിയും നിങ്ങൾക്ക് സംഭാവനകൾ ചെയ്യാം. അത് സ്കാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മറ്റും പോവുകയും ചെയ്യും. ഗൂഗിൾ പേ വഴി തന്നെയും നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും ചെറിയ തുക എന്ന് നിങ്ങൾ കണക്കാക്കുന്ന തുക പോലും അതുവഴി സംഭാവന ചെയ്യാവുന്നതാണ്. വലിയ ഒരു കാര്യമായിരിക്കും അത്. വളരെ പെട്ടെന്ന് മറ്റു വാർത്തകളിലേക്ക് മറ്റും വരാം, ഇടവേളയ്ക്ക് ശേഷം.